എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് INC യെ കുറിച്ചിട്ടാണ്. നമ്മുടെ LP-UP സിലബസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് INC എന്ന് പറയുന്നത്. INC വളരെ വലിയൊരു ടോപ്പിക്കാണ്. ഏതൊരു മത്സര പരീക്ഷകൾ എടുത്താലും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യോത്തരങ്ങൾ ചോദിക്കാറുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ INC റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത്. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. WC ബാനർജി, G സുബ്രഹ്മണ്യ അയ്യർ, ബാരിസ്റ്റർ GP പിള്ള, അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്നു. അപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആര് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് ഏതാണ് തോന്നുന്നത്? ചിലർക്കെങ്കിലും സംശയം കാണും WC ബാനർജി അല്ലേ എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക, INC-യുടെ ആദ്യത്തെ സെക്രട്ടറി ആരല്ല? WC ബാനർജി അല്ല. പിന്നെ ആരെയാ പറയേണ്ടത്? അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് പറയേണ്ടത്. ഇങ്ങനെ ആരായിരുന്നു? നമ്മുടെ INC-യുടെ ഫൗണ്ടർ ആണല്ലേ, സ്ഥാപകനാണ്. 1885 ഡിസംബർ 28 അലൻ ഒക്ടേവിയൻ ഹ്യൂം ആണ് INC സ്ഥാപിച്ചിട്ടുള്ളത്. നമ്മൾ ഫൗണ്ടർ എന്നുള്ള രീതിക്കാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കുന്നത്. സ്വാഭാവികമായിട്ടും ചിലർക്കെങ്കിലും സംശയം കാണും, WC ബാനർജി അല്ലേ എന്നുള്ളത്. WC ബാനർജി ഉത്തരമായിട്ട് വരണമെങ്കിൽ ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കണം? INC-യുടെ ആദ്യ പ്രസിഡന്റ് ആര്? INC-യുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്, അല്ലെങ്കിൽ ആദ്യത്തെ സമ്മേളനത്തിൽ ആരായിരുന്നു അധ്യക്ഷത വഹിച്ചത്? അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പറയേണ്ട ഉത്തരം WC ബാനർജി എന്നുള്ളതാണ് അല്ലെ. 1885 ആദ്യത്തെ സെക്ഷനിൽ അദ്ദേഹം അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. ആദ്യത്തെ പ്രസിഡന്റ് ആണ് WC ബാനർജി എന്ന് പറയുന്നത്. രണ്ട് ഉത്തരങ്ങൾ തമ്മിൽ തെറ്റിപ്പോരുത്. WC ബാനർജി എന്നും ഉത്തരം വരണമെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കണം, INC-യുടെ ആദ്യ പ്രസിഡന്റ് ആരാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ലാതെ നിങ്ങൾക്ക് പറയാം WC ബാനർജി തന്നെയാണ് എന്നുള്ളത്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആര് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നുള്ളതാണ്. G സുബ്രഹ്മണ്യ അയ്യരെ കുറിച്ച് ഒരു ഫാക്ട് ജസ്റ്റ് ഓർത്തിരുന്നോളൂ. INC-യുടെ ആദ്യ സമ്മേളനം രൂപീകരിക്കുന്ന സമയത്ത് ആദ്യമായിട്ടുള്ള പ്രമേയം പാസ്സാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് G സുബ്രഹ്മണ്യ അയ്യർ ആണ് കേട്ടോ. ആദ്യത്തെ പ്രമേയം പാസ്സാക്കി. ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ച് കുറെ ഫാക്ട് നിങ്ങൾ പലയിടത്തായിട്ടും പഠിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ എന്താണ് നമ്മുടെ GP പിള്ളയെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതായത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഏക മലയാളി ആരാണ് എന്ന് ചോദിച്ചാലും ബാരിസ്റ്റർ GP പിള്ളയാണ് നമ്മൾ ഉത്തരമായിട്ട് പറയുന്നത്. അപ്പൊ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു. നമ്മുടെ INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആര്? ചോദ്യം ഒന്നുകൂടെ പറയാം, INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ബാരിസ്റ്റർ GP പിള്ള. ആദ്യ സമ്മേളനത്തിൽ എത്ര പേരായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്? INC-യുടെ ആദ്യ സമ്മേളനത്തിൽ 72 പ്രതിനിധികൾ പങ്കെടുത്തു. അതിലൊരു മലയാളി ഉണ്ട്, അതാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ, കേരളത്തിന്റെ രാഷ്ട്രീയ ഗുരു എന്നൊക്കെ അറിയപ്പെടുന്ന ബാരിസ്റ്റർ GP പിള്ള. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം മനസ്സിലായി എന്ന് കരുതുന്നു. ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ WC ബാനർജി ഒന്നും ചിന്തിക്കരുത്. അദ്ദേഹം ആരാണ്? ആദ്യ പ്രസിഡന്റ് ആണ്. ഉത്തരം അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്നുള്ളതാണ്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, കോൺഗ്രസിന്
ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയാണ് അല്ലെ. അതേപോലെ തന്നെ INC എന്നൊരു പാർട്ടിക്ക് ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അനന്ത മോഹൻ ബോസ് ആണ്. ആരാണ്? അനന്ത മോഹൻ ബോസ് ആണ്. ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അത് മാത്രമാണോ? വേറൊരു ഫാക്ട് INCയെ കുറിച്ച് പറയുമ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെയെ കുറിച്ച് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്, മിതവാദികളുടെ നേതാവ് അല്ലെ. മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് കേട്ടോ. മിതവാദികളുടെ നേതാവാണ്. തീവ്രവാദ വിഭാഗത്തിന്റെ ലീഡർ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലഗംഗാധര തിലകനാണ്. അപ്പൊ മിതവാദികളുടെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ സോക്രട്ടീസ് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ദാദാബായ് നവറോജിനെ കുറിച്ചിട്ടൊരു പ്രധാനപ്പെട്ട ഫാക്ട് ആണ് ഡ്രെയിൻ തിയറി എന്ന് പറയുന്നത്. ചോർച്ചാ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ദാദാബായ് നവറോജിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാബായ് നവറോജി എന്ന് പറയുന്നത്. പക്ഷെ ഇതേ ഒരു ചോദ്യം നമ്മൾ എക്കണോമിക്സിന്റെ പിതാവ് ആര്, ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ പറയേണ്ടത് ദാദാബായ് നവറോജി അല്ല, ആഡം സ്മിത്ത് എന്നാണ്. അപ്പൊ അന്നേരം ആരെ കുറിച്ചാണ് പറയേണ്ടത്? ആഡം സ്മിത്ത് എന്ന് പറയണം. ഫാദർ ഓഫ് എക്കണോമിക്സ് അങ്ങനെയാണ് ചോദ്യമെങ്കിൽ ആരെ പറയാം? ആഡം സ്മിത്ത് എന്ന് പറയുക. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ദാദാബായ് നവറോജി എന്നൊരു കാര്യം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി, അനന്ത മോഹൻ ബോസ് ആണ്. പട്ടാഭി സീതാരാമയ്യനെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏതാണ്? 4 കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. അതിൽ തെറ്റായ ജോഡിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. INCയുടെ ആദ്യ പ്രസിഡന്റ് WC ബാനർജി 1885 എന്ന് ബ്രാക്കറ്റിൽ വർഷം നൽകിയിട്ടുണ്ട്, ഓർത്തിരിക്കുക കേട്ടോ. INCയുടെ പ്രസിഡന്റ് ആയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലുള്ള ആളാണ് ഉദ്ദേശിക്കുന്നത്. ആരാണ്? P അനന്ത ചാർലോ 1891 എന്ന് നൽകിയിട്ടുണ്ട്. INCയുടെ പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ള 1897. INCയുടെ ആദ്യ വിദേശി പ്രസിഡന്റ് ജോർജ് യൂൾ 1888 എന്ന് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റായ ജോഡി? ആൻസർ നിങ്ങൾക്ക് കിട്ടിയോ? മനസ്സിൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. INC പഠിച്ചതായിരിക്കും, പലപ്പോഴായിട്ടും വായിച്ചിട്ടുണ്ടായിരിക്കും. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്, ഏതാണ് തെറ്റായ ജോഡിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? ഓപ്ഷൻ എവിടെ കാണാനായിട്ട് പറ്റും? 1 മാത്രം, 1, 2, 3 മാത്രം എന്നൊക്കെയാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അറിഞ്ഞിരിക്കുക കേട്ടോ, ഇതില് 3ാമത്തെ സെന്റൻസ് ആണ് തെറ്റായ ജോഡി എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി 3 മാത്രമാണ്. അപ്പൊ തെറ്റായ ജോഡി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ശരിയായിട്ട് കൂടെ പഠിക്കണമല്ലേ? എങ്ങനെയാണ് അത് തിരുത്തി പഠിക്കേണ്ടത്? INCയുടെ പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ബാരിസ്റ്റർ GP പിള്ളയല്ല. ആരാണ്? C ശങ്കരൻ നായർ ആണ്. ആരാണ്? C ശങ്കരൻ നായർ. നമ്മൾ ബാരിസ്റ്റർ GP പിള്ളയെ കുറിച്ചിട്ട് എന്തായിരുന്നു പഠിച്ചത്? INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാണ് എന്ന് ചോദിച്ചാൽ അന്നേരം പറയാം നമുക്ക് ബാരിസ്റ്റർ GP പിള്ള എന്നുള്ള ഉത്തരം. പക്ഷെ ഇതെന്താണ് ചോദ്യം? INCയുടെ പ്രസിഡന്റ് ആയ ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ C ശങ്കരൻ നായർ ആണ്. ഇത് അമരാവതി സെക്ഷൻ ആയിരുന്നു കേട്ടോ. എവിടെ വെച്ചായിരുന്നു നടന്നത്? അമരാവതി. പലപ്പോഴും നിങ്ങൾ പഠിച്ചതായിരിക്കും. വർഷം 1897 ആണ്, അറിയാം. അപ്പൊ C ശങ്കരൻ നായർ ആണ് ഉത്തരമായിട്ട് വരേണ്ടത്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ എല്ലാം ശരിയാണ്. അപ്പൊ അതില് നമുക്ക് കുറെ ഫാക്ട് പഠിക്കാം. INCയുടെ ആദ്യ പ്രസിഡന്റ് ആരാ? എന്റെ കൂടെ പറഞ്ഞോ, WC ബാനർജി. ഏതായിരുന്നു വർഷം? 1885. INC ഫോം ചെയ്തത് 1885 ആദ്യ സമ്മേളനം. അതിന്റെ പ്രസിഡന്റ് WC ബാനർജി ആണ്. ഇനി INCയുടെ പ്രസിഡന്റ് ആയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ ആരാണ് എന്ന് ചോദിച്ചാലും P അനന്ത ചാർലോ 1891 തന്നെയാണ്. മറ്റൊരു ഫാക്ട് പഠിച്ചു. ആദ്യ വിദേശി പ്രസിഡന്റ് ആരാണ്? ജോർജ് യൂൾ ആണ്. വർഷം നമ്മൾ പഠിച്ചു 1888. ഓൾറെഡി 1888 ഉത്തരം വരുന്ന കുറെ ഫാക്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ ഇതിൽ തെറ്റായ ജോഡി ഏതാ? 3 ആണ്. 3 ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് D ഓപ്ഷൻ ആണ്. ഓപ്ഷൻ D ആണ് ഇവിടുത്തെ കറക്റ്റ് ആയ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം.
കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണോ, പട്ടാഭി സീതാരാമയ്യ ആണോ, JB കൃപലാനി ആണോ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണോ? ഒന്ന് ആലോചിച്ചോളൂ, ഉത്തരം കണ്ടെത്തിക്കോളൂ. ആരാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ? പട്ടാഭി സീതാരാമയ്യാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്ന് പറയുന്നത്. ആരാണ്? പട്ടാഭി സീതാരാമയ്യ. ഈ പട്ടാഭി സീതാരാമയ്യും JB കൃപലാനിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാറുണ്ട്. കൺഫ്യൂഷൻ വരുന്ന രണ്ട് ഫാക്ട് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ JB കൃപലാനിയാണ് പറയുന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ INC അല്ലെ, സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം സ്വതന്ത്ര ഇന്ത്യയിലെ INCയുടെ അധ്യക്ഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ പട്ടാഭി സീതാരാമയ്യാണ് ഉത്തരമായിട്ട് പറയുന്നത്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കോൺഗ്രസിന്റെ ഔദ്യോഗിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് പട്ടാഭി സീതാരാമയ്യാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 1888 യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു അത് ഫോം ചെയ്യാനുള്ള കാരണം? ഓൾറെഡി INCയുടെ രൂപീകരണത്തെ എതിർത്തുകൊണ്ടാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ത് ഫോം ചെയ്യുന്നത്? യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. അത് മാത്രമാണോ? അലിഗഡ് മൂവ്മെന്റ് ആരുടേതാണ് എന്ന് ചോദിച്ചാലും നിങ്ങൾ പറയണം സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയും. അലിഗഡ് പ്രസ്ഥാനം അല്ലെങ്കിൽ അലിഗഡ് മൂവ്മെന്റ് ആരുടേതാണ്? ചോദ്യം ഉത്തരമായിട്ട് ആരെയാ പറയേണ്ടത്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് പറയേണ്ടത്. ഏതായിരുന്നു വർഷം അലിഗഡ് മൂവ്മെന്റിന്റെ? 1875 ആണ് കേട്ടോ. 1875 അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് ഫാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് JB കൃപലാനിയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പട്ടാഭി സീതാരാമയ്യ. മൗലാന അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് പറയുക. ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ നവംബർ 11 നിങ്ങൾ ഓൾറെഡി പഠിക്കാൻ സാധ്യതയുണ്ട്. എന്താ പ്രത്യേകത? എന്താ നവംബർ 11 ഇന്ത്യയിലെ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്? സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ബർത്ത്ഡേ, ജന്മദിനമാണ്. ഒരു ഫാക്ട് നമ്മൾ പഠിച്ചൂലേ, ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ നവംബർ 11 നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. സെപ്റ്റംബർ 5 അറിയാം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കാണും എന്ന് കരുതുന്നു. ഓപ്ഷൻ ബി പട്ടാഭി സീതാരാമയ്യാണ് ഉത്തരം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ മിതവാദി വിഭാഗത്തിലെ പ്രമുഖ നേതാവ് അല്ലാത്തത് ആരാണ്? അപ്പോ അല്ലാത്തതെന്ന് എഴുതിയിട്ടുണ്ട്, പ്രത്യേകം ഒന്ന് ഓർത്തിരിക്കണം. മിതവാദി വിഭാഗത്തിലെ പ്രമുഖ നേതാവ് അല്ലാത്തത് എന്ന് വെച്ചാൽ ബാക്കിയുള്ള 3 പേര് ആരാ? മിതവാദി വിഭാഗങ്ങളാണ് അല്ലെ. കോൺഗ്രസിൽ 2 വിഭാഗമായിട്ടുണ്ട് അല്ലെ. അതാണ് മിതവാദിയും തീവ്രവാദി വിഭാഗവും. അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നിട്ടാണ് അവർ മിതവാദികൾ എന്നും തീവ്രവാദ വിഭാഗം എന്ന് ആശയങ്ങളെ ചൊല്ലി പിരിഞ്ഞിട്ടുള്ളത്. അപ്പോ മിതവാദി വിഭാഗത്തിലെ പ്രമുഖ നേതാവ് അല്ലാത്തത് ആര് എന്നതാണ് ചോദ്യം. ബാക്കിയുള്ള 3 പേര് തീർച്ചയായിട്ടും എന്താണ്? മോഡറേറ്റ്സ് ആയിരിക്കും, മിതവാദികളായിരിക്കും. ലാലാ ലജ്പത് റായ്, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. നമുക്ക് ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ കണ്ട പാടറിയാം. അദ്ദേഹം മിതവാദി വിഭാഗത്തിന്റെ ഹെഡാണ്, ലീഡറാണ്, നേതാവാണ് അല്ലെ. മിതവാദി വിഭാഗത്തിന്റെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ്. ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ആണ്. അപ്പൊ ഇതില് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ് ആണ്. അദ്ദേഹം മിതവാദിയല്ല, തീവ്രവാദ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. ബാക്കിയുള്ള 3 പേര് എന്ന് വെച്ചാൽ ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത. ഈ 3 പേരും മിതവാദികളാണ് കേട്ടോ, ഓർത്തിരിക്കുക. താഴെ തന്നിരിക്കുന്നതിൽ മിതവാദികൾ ആര്, തീവ്രവാദ വിഭാഗം ആര് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ INC റിലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റണം. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ഫിറോസ് ഷാ മേത്ത ആരാണ്? മിതവാദികളാണ്. അപ്പോ തീവ്രവാദ വിഭാഗത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റായ് ഉണ്ട്. പിന്നെ ആര് വരും? ബാലഗംഗാധര തിലകൻ.
ബാലഗംഗാധര തിലകൻ വരും അല്ലെ. നമ്മൾ ചുരുക്കി പറയാറുണ്ട് ലാൽ പാൽ ബാൽ. അതായത് ലാൽ എന്ന വാക്ക് ലാലാ ലജ്പത് റായിനെയാണ് സൂചിപ്പിക്കുന്നത്. പാൽ എന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ബിപിൻ ചന്ദ്ര പാൽ. ബാൽ എന്ന വാക്ക് ബാലഗംഗാധര തിലകനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ തീവ്രവാദ വിഭാഗങ്ങളെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് INC-യിലുള്ള തീവ്രവാദി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നത് ആരെ എന്ന് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ഈ 3 വാക്ക് ഓർത്തിരിക്കാം. ലാൽ പാൽ ബാൽ, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്ര പാൽ, അതുപോലെ ബാലഗംഗാധര തിലകൻ. തീവ്രവാദ വിഭാഗത്തിന്റെ ലീഡർ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് ബാലഗംഗാധര തിലകൻ എന്നുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ് എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോ ലാലാ ലജ്പത് റായ് ആണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം. ഏകദേശം നമ്മൾ 10 ചോദ്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അവസാനത്തെ ചോദ്യം, INC-യുടെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. INC-യുടെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ഇർവിൻ പ്രഭു ആണോ, വേവൽ പ്രഭു ആണോ, കൗസൻ പ്രഭു ആണോ, ഡഫ്രിൻ പ്രഭു ആണോ? ഓർമ്മ കിട്ടുന്നുണ്ടോ? ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഡഫ്രിൻ പ്രഭു ആണ് കേട്ടോ. ആരാണ്? INC-യുടെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്ന ഉത്തരം ഡഫ്രിൻ പ്രഭു ആണ്. മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്നൊക്കെയാണ് INC-നെ അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇർവിൻ പ്രഭുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരു ഫാക്ട് ഓർത്തിരിക്കാം. നമ്മളെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് അല്ലെ, വട്ടമേശ സമ്മേളനങ്ങൾ എവിടെ വെച്ചായിരുന്നു നടന്നത്? ലണ്ടനിൽ വെച്ചാണ് നടന്നിട്ടുള്ളത് അല്ലെ. 30, 31, 32 വട്ടമേശ സമ്മേളനങ്ങൾ, 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1930, 31, 32. ഗാന്ധിജി പങ്കെടുത്ത ഒരേ ഒരു വട്ടമേശ സമ്മേളനം, റൗണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് പറയുന്നത് 2ാമത്തെ വട്ടമേശ സമ്മേളനമാണ്. അപ്പോ 1ാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ, 1ാം റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുന്ന സമയത്ത് വൈസ്രോയി ആയിരുന്നു ഇർവിൻ പ്രഭു എന്ന് പറയുന്നത് കേട്ടോ. 2ഉം 3ഉം നടക്കുന്ന സമയത്ത് വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. വേവൽ പ്രഭുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് നാവിക കലാപം നടക്കുന്ന സമയത്ത് വൈസ്രോയി ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ വേവൽ പ്രഭു ആണ്. ഡഫ്രിൻ പ്രഭുവിനെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു ഫാക്ട് പഠിച്ചു. INC-യുടെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരാണ് എന്ന് ചോദിച്ചാൽ ഡഫ്രിൻ പ്രഭു ആണ് എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. കൗസൻ പ്രഭു 1905-ലെ കൗസൻ പ്രഭുവിനെ കുറിച്ചിട്ട് ഒരു ഫാക്ട് നിങ്ങൾ പഠിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. 1905-ലെ ബംഗാൾ വിഭജനം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്നാണ് പറയുക. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? പാർട്ടീഷൻ ഓഫ് ബംഗാൾ, ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ട് കൾസൺ പ്രഭുവാണ് ബംഗാളിനെ വിഭജിച്ചിട്ടുള്ളത്. 1905-ലാണ്. ദെൻ അത് എന്താണ് ഈ വിഭജിച്ച ബംഗാളിനെ ഒരുമിച്ചാക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1911-ലാണ്. റീയൂണിയൻ എപ്പോഴാണ് നടക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1911-ലാണ്. 1905-ലാണ് ബംഗാൾ വിഭജനം നടക്കുന്നത്. ആരായിരുന്നു ബംഗാൾ വിഭജനം നടത്തിയത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കുക, കൾസൺ പ്രഭു ആണ്. ആരാണ്? കൾസൺ പ്രഭു ആണ് ബംഗാളിനെ വിഭജിക്കുന്നത്. എന്തിന്റെ ഭാഗമായിട്ടാണ്? ഇന്ത്യക്കാർക്കിടയിൽ വളർന്നു വരുന്ന യൂണിറ്റി ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ നടത്തുന്നത്. കൾസൺ പ്രഭു ആണ് എന്ന് പറഞ്ഞാൽ 1905-ലാണ്. അപ്പൊ 1911-ൽ ആ വിഭജിച്ച ബംഗാളിനെ ഒരുമിച്ചാക്കുന്നത്, ബംഗാൾ വിഭജനം റദ്ദാക്കുന്നത് ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഏത് വർഷമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1911-ആണ്. 2 വർഷങ്ങളും നിങ്ങൾ മറക്കരുത്, ഓർത്തിരിക്കുക. 1905-ഉം 1905-ഉം അതേപോലെ തന്നെ 1911-ഉം. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് INC-യുടെ രൂപീകരണ സമയത്ത് വൈസ്രോയി ആരായിരുന്നു എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡഫ്രിൻ പ്രഭു ആണ്. അപ്പൊ ടോട്ടൽ
10 ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു. അതിന്റെ അനുബന്ധ വിവരങ്ങൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചു. ദെൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും INC എല്ലാവരും പഠിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ക്ലാസ്സിൽ INC കുറിച്ചുള്ള എല്ലാ ഫാക്റ്റും ഞാൻ പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ദെൻ കണക്റ്റിംഗ് ഫാക്ട് കൂടെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ പുതുക്കാൻ ആയിട്ട് സാധിച്ചു, റിവിഷൻ ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ് കരുതുന്നത് കേട്ടോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ്. ജനഗണമന, നമ്മൾ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത് ഏത് സെക്ഷൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്ലാസ്സിൽ. ജനഗണമന ദേശീയ ഗാനമാണ്, നമുക്കറിയാം രവീന്ദ്രനാഥ ടാഗോർ ആണ് രചിച്ചിട്ടുള്ളത്. ആദ്യമായിട്ട് ആലപിച്ച കൊൽക്കത്ത സമ്മേളനത്തിന്റെ വർഷമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ, 1911 എന്നുള്ളത്. അപ്പോൾ കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. വളരെ ഫെമിലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ക്ലാസ് ലാസ്റ്റ് വരെ കണ്ടിട്ടുള്ളവർ ഈ ഒരു ചോദ്യം കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. നിങ്ങളുടെ സ്വപ്ന ജോലി എത്രയും പെട്ടെന്ന് നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.